നിലവിൽ വളരെ കരുതി കൂട്ടി കല്ലുകളുമായി കമ്പുകളുമായി വടികളുമായി വന്ന് പോലീസിനെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരുടെയൊക്കെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വളരെ കരുതി കൂട്ടി അക്രമത്തിന് നേതൃത്വം നൽകിയ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നുവെന്ന് തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം, വലിയ തരത്തിലുള്ള അക്രമം, പ്രതിഷേധമെന്നല്ല ഇതിനെ പറയേണ്ടി വരിക, വലിയ തരത്തിലുള്ള അക്രമമാണ്, അഴിഞ്ഞാട്ടമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുരാഗ്, തുടരാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുക, എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് മലപ്പുറത്ത് SFIയുടെ വനിതാ പ്രവർത്തകർ അക്രമം നടത്തിയപ്പോൾ അവരോട് പോലീസ് പറഞ്ഞത് കരയല്ലേ മോളെന്നാ. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ വന്നപ്പോൾ ആദ്യം പുരുഷ പോലീസ് ചെയ്തതാ അവരുടെ തുണിമേ പിടിക്കലാണ്. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള ആ പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. ഞാൻ അക്രമിച്ചു വിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. പിടിച്ചു മാറ്റാൻ പോയി എന്നെ എത്ര തവണ പോലീസുകാർ തടഞ്ഞത്? SFIയുടെ സെക്രട്ടറി ഉള്ള സമീപനം ഇതായിരുന്നോ? നോക്കട്ടെ, അവർ പരമാവധി ഫോഴ്സ് ഉപയോഗിക്കട്ടെ. 1.5 മണിക്കൂറായിട്ട് ഫൈറ്റ് നോക്കുമല്ലയോ? നോക്കട്ടെ. നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വരാൻ പോവുക. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വരാൻ പോവുക. നിരവധി പ്രവർത്തകർക്ക് പരിക്ക് പറ്റി. നിരവധി പോലീസുകാർക്ക് ഗുരുതരമായി തന്നെ മുഖത്തടക്കം പരിക്ക്. വനിതാ പ്രവർത്തകന്റെ തുണിമേ പിടിച്ചവന്റെ ദേഹത്തുനിന്ന് ചോര വരും. കൈരളിക്കാരാ കേട്ടോ. വനിതാ പ്രവർത്തകന്റെ തുണി വലിച്ചു കയറുന്നത് ശരിയാണോ? വനിതാ പ്രവർത്തകൻ നിങ്ങളുടെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകരുടെ സമീപനമായിരുന്നോ? പോലീസിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായാണ് മർദ്ദിച്ചത്. വനിതാ പോലീസുകാരടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി മർദ്ദിച്ചു. അതിലെന്താ മറുപടി? കൈരളിക്കാരന്റെ ക്ലാസ് വേണ്ടത് കേൾക്കാൻ സൗകര്യമില്ല. കൈരളിക്കാരന്റെ ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ വനിതാ പ്രവർത്തകരുടെ ഡ്രസ്സ് വലിച്ചേറിയ ഞങ്ങളുടെ സിജോ, നമ്മൾ കേട്ടതുപോലെ മാധ്യമപ്രവർത്തകരടക്കം കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം, വനിതാ പോലീസിനെ അടക്കം മർദ്ദിച്ച് അവശരാക്കിയ ശേഷമാണ് ഈ ക്ലാസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. നമുക്ക് കൈരളി മാധ്യമപ്രവർത്തകർ, തീർച്ചയായും അനുരാഗ്, യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIM-ഉം കൈരളിയും ഒക്കെ പ്രശ്നമാണ്. കാരണം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൈരളിയെ പോലുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ പ്രേക്ഷകരെന്നടങ്കം എല്ലാ വാർത്താ ചാനലുകളും 1.5 മണിക്കൂറായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പച്ചക്കള്ളം, ഒരു പോലീസുകാരനും ഒരു വനിതാ പ്രവർത്തകയുടെയും തുണിയിൽ പിടിച്ചൊരു സാഹചര്യം ഈ ഒരൊറ്റ ചാനലിലും ഒരു വാർത്താ മാധ്യമത്തിലും നമ്മളാരും കണ്ടില്ല. കേരളത്തിൽ ഒരു ചാനലും സംപ്രേഷണം ചെയ്തു വിട്ടില്ല. ഒരു പ്രേക്ഷകനും അതിനെ കണ്ടിട്ടുമില്ല. വളരെ തുറന്ന തരത്തിലുള്ള നുണപറച്ചിൽ, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിക്കെതിരെ കയർക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടത്. കൈരളിയിലെ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ, സത്യസന്ധമായ കാര്യം ചോദിക്കുമ്പോൾ അതിനെ കള്ളത്തരങ്ങൾ കൊണ്ട് മൂടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നിങ്ങൾക്ക് കാണാലോ സഹോദര, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ സമരം. SFIക്കാരനോടുള്ള സമീപനം ഇതായിരുന്നോ? നിങ്ങളില്ലേ അവിടെ? എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ കൈരളിക്കാരന്റെ ക്ലാസ് കൂടെ കേൾക്കണമെന്ന് പറയാൻ സൗകര്യമില്ല. ഇതിനകത്ത് തീരുമാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. വ്യാജ ആരോപണവുമായി കൈരളിയുടെ ക്ലാസ് വേണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ന്യായമായ ചോദ്യമാണ് കൈരളിയുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. എവിടെയാണ് പോലീസ് വനിതാ പ്രവർത്തകരുടെ തുണിയിൽ പിടിച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചു. പോലീസിനെ അല്ലേ ആക്രമിച്ചതെന്ന ചോദ്യം ചോദിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊടിപ്പിച്ചത്. ഇപ്പോൾ പോലീസിനെ വ്യാപകമായ അക്രമം നടത്തിയതിനു ശേഷം വ്യാജ ആരോപണങ്ങളുമായി കള്ളപ്രചരണങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അന്നല്ല, വലിയ തരത്തിലുള്ള അക്രമം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഴിച്ചുവിട്ട് അതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമ മാർച്ച്, അഴിഞ്ഞാട്ടം നടത്തിയ തെരുവ് ഗുണ്ടകളായി മാറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളിക്ക് നേരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. കൈരളിക്കും CPIM-നും കൈരളിക്കും നേരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആക്രോശം. കൈരളി ക്ലാസ് എടുക്കേണ്ടെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്.